നമസ്കാരം. പശ്ചിമ ബംഗാളിലും അസമിലും ബി.ജെ.പി തരംഗം ആഞ്ഞടിക്കുന്നു. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം ഇരു സംസ്ഥാനങ്ങളിലും ബി.ജെ.പി വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ബംഗാളിൽ നേരിട്ട കനത്ത തിരിച്ചടി ഉൾക്കൊള്ളാൻ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല. നിലവിലെ ട്രെൻഡുകൾ അംഗീകരിക്കില്ലെന്നും ഫലം വിശ്വസിക്കാനാവില്ല എന്നുമാണ് ടി.എം.സി നേതാക്കളുടെ നിലപാട്. ജനാധിപത്യപരമായ ജനവിധിയെ അംഗീകരിക്കുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് ഫലം തെറ്റാണെന്ന വിചിത്രമായ വാദമാണ് അവർ ഉന്നയിക്കുന്നത്. സ്ഥിതിഗതികൾ ഇപ്പോഴും അവ്യക്തമാണെന്ന് പറഞ്ഞ് പരാജയഭീതി മറച്ചുവെക്കാനാണ് മമതാ ബാനർജിയും സംഘവും ശ്രമിക്കുന്നത്. എന്നാൽ താഴെത്തട്ടിൽ ബി.ജെ.പിക്ക് ലഭിച്ച ജനപിന്തുണയും മുന്നേറ്റവും ബംഗാളിൽ പുതിയ ചരിത്രം എഴുതുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസന രാഷ്ട്രീയവും ദേശീയതയും കിഴക്കൻ ഇന്ത്യയിൽ പുതിയ ചരിത്രം എഴുതുന്നു. പശ്ചിമ ബംഗാളിലും അസമിലും ബി.ജെ.പി കൈവരിച്ച അവിശ്വസനീയമായ മുന്നേറ്റം അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരെയുള്ള ജനങ്ങളുടെ പോരാട്ടമാണ്. ബംഗാളിലെ വോട്ടെണ്ണൽ ട്രെൻഡുകൾ പുറത്തുവരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ആധിപത്യം തുടരുകയും ബി.ജെ.പി സീറ്റുകളിൽ ലീഡ് നേടിക്കൊണ്ട് കേവല ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുകയും ചെയ്യുകയാണ്. വർഷങ്ങളോളം അക്രമ രാഷ്ട്രീയത്തിലൂടെയും ഭയത്തിലൂടെയും ബംഗാളിനെ അടക്കി ഭരിച്ച തൃണമൂൽ കോൺഗ്രസിന് ജനങ്ങൾ നൽകിയ കനത്ത പ്രഹരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. ബി.ജെ.പിയുടെ ഓരോ പ്രവർത്തനവും നേരിട്ട പീഡനങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ബാലറ്റിലൂടെ ജനങ്ങൾ മറുപടി നൽകിയിരിക്കുന്നു. അഴിമതിയിൽ മുങ്ങിയ ഒരു ഭരണകൂടത്തെ താഴെയിറക്കി സുസ്ഥിരമായ ഒരു ഭരണം ബംഗാൾ ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് വന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഫലം അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അവരുടെ പരാജയ ഭീതിയിൽ നിന്നാണ്. ജനവിധിയെ മാനിക്കാത്ത ഇത്തരം പ്രവണതകൾ ജനാധിപത്യത്തിന് കളങ്കമാണ്. ബി.ജെ.പി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന അവരുടെ ആരോപണം യഥാർത്ഥത്തിൽ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി നടപ്പിലാക്കിയ സമാധാന ശ്രമങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് ജനങ്ങളെ വീണ്ടും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നുഴഞ്ഞു കയറ്റത്തിനെതിരെയുള്ള ബി.ജെ.പിയുടെ ശക്തമായ നിലപാടും അസമിലെ തദ്ദേശീയരായ ജനവിഭാഗങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ബി.ജെ.പി മുന്നേറുന്നത് സഹിക്കവയ്യാതെ ബംഗാളിലെ വിവിധയിടങ്ങളിൽ തൃണമൂൽ ഗുണ്ടകൾ ആക്രമണത്തിന് മുതിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. തോൽവി ഉറപ്പായതോടെ ബി.ജെ.പി പ്രവർത്തകരെയും അവരുടെ വീടുകളെയും ലക്ഷ്യം വയ്ക്കാൻ ടി.എം.സി നേതാക്കൾ ആഹ്വാനം ചെയ്യുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. കേന്ദ്രസേനയുടെ ശക്തമായ നിരീക്ഷണമുള്ളതിനാൽ മാത്രമാണ് പലയിടങ്ങളിലും സമാധാനം നിലനിൽക്കുന്നത്. ബി.ജെ.പി പ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്നും ജനാധിപത്യപരമായ വിജയാഘോഷങ്ങൾ സമാധാനപരമായി നടത്തണമെന്നും നേതൃത്വം നിർദ്ദേശിച്ചു. ബംഗാളിലെയും അസമിലെയും ഈ മുന്നേറ്റം വരാനിരിക്കുന്ന മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഓരോ ഗ്രാമത്തിലും എത്തിച്ചേർന്നതിന്റെ ഫലമാണിത്. അഴിമതിയും കുടുംബ ഭരണവും നടത്തുന്ന പാർട്ടികൾക്ക് ഭാരതത്തിൽ ഇനി സ്ഥാനമില്ലെന്ന സന്ദേശമാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. പശ്ചിമ ബംഗാളിനെ ഭയത്തിന്റെയും അഴിമതിയുടെ ഇരുണ്ട യുഗത്തിലേക്ക് തള്ളിയിട്ട മമതാ ബാനർജിയുടെ ഭരണകൂടത്തിന് ജനങ്ങൾ ബാലറ്റിലൂടെ അന്ത്യശാസനം നൽകിയിരിക്കുന്നു. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം പതിറ്റാണ്ടുകളായി ബംഗാളിനെ അടക്കി ഭരിച്ച തൃണമൂൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ നിലംപൊത്തുകയാണ്. ബി.ജെ.പി മുന്നേറുമ്പോൾ മമതയുടെ സിൻഡിക്കേറ്റ് രാജ് തകർന്നടിയുന്ന കാഴ്ചയാണ് ദൃശ്യമാകുന്നത്. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, മമതയുടെ അഹങ്കാരത്തിനും ഏകാധിപത്യത്തിനുമെതിരെ ബംഗാൾ ജനത നടത്തിയ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വിജയമാണ്. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് ബംഗാൾ കണ്ടത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി പരമ്പരകളാണ്. ശാരദാ നാരദ ചിട്ടി തട്ടിപ്പ് മുതൽ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന അധ്യാപക നിയമന അഴിമതി വരെ ബംഗാളിന്റെ സമ്പദ്വ്യവസ്ഥയെ കാർന്നുതിന്നു. അർഹരായ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ തെരുവിൽ തള്ളിക്കൊണ്ട് തൃണമൂൽ നേതാക്കളുടെയും ബന്ധുക്കൾക്കും ഗുണ്ടകൾക്കും ജോലി വിറ്റുതൊലച്ച മമതയുടെ നടപടി ബംഗാളിലെ യുവതലമുറയോടുള്ള വലിയ വെല്ലുവിളിയായിരുന്നു. സാധാരണക്കാരന്റെ റേഷനരിയും കേന്ദ്ര പദ്ധതികളുടെ ഫണ്ടും പോലും ചോർത്തി സ്വന്തം പാർട്ടിക്കാരുടെ പോക്കറ്റിലാക്കുന്ന കട്ട്മണി സമ്പ്രദായം ബംഗാളിനെ ദരിദ്രമാക്കി മാറ്റി. മമതയുടെ കാലത്ത് ബംഗാൾ രാഷ്ട്രീയമെന്നാൽ ബോംബേറും കൊലപാതകവുമായിരുന്നു. എതിർ ശബ്ദമുയർത്തുന്നവരെ കായികമായി നേരിടുക എന്നതായിരുന്നു മമതയുടെ നയം. ഓരോ തെരഞ്ഞെടുപ്പിലും നൂറുകണക്കിന് ബി.ജെ.പി പ്രവർത്തകരെ കൊലപ്പെടുത്തിയും അവരുടെ വീടുകൾ അഗ്നിക്കിരയാക്കി മമത അഴിച്ചുവിട്ട അക്രമം ലോകത്തിനു മുന്നിൽ ബംഗാളിനെ നാണം കെടുത്തി. പോലീസിനെ രാഷ്ട്രീയ അടിമകളാക്കി മാറ്റി തൃണമൂൽ ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാൻ മമത സർക്കാർ ഒത്താശ ചെയ്തു. എന്നാൽ ഭീഷണിപ്പെടുത്തി ജനങ്ങളെ നിശബ്ദരാക്കാമെന്ന ദീദിയുടെ വ്യാമോഹം ഇപ്പോൾ പാളിയിരിക്കുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മമതാ ബാനർജി നടത്തിയ അതിരുകടന്ന പ്രീണന രാഷ്ട്രീയം ബംഗാളിന്റെ സാംസ്കാരിക പൈതൃകത്തെ തകർത്തു. ഒരു പ്രത്യേക വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനായി ദുർഗാപൂജയും വിഗ്രഹ നിമജ്ജനവും വരെ തടസ്സപ്പെടുത്തിയ മമതയുടെ നിലപാട് ഹിന്ദു സമൂഹത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കി. നുഴഞ്ഞ കയറ്റക്കാർക്ക് ചുവപ്പ് പരവതാനി വിരിക്കുകയും അവർക്ക് റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡുകളും നൽകി വോട്ട് ബാങ്കാക്കി മാറ്റുകയും ചെയ്തതിലൂടെ ദേശീയ സുരക്ഷയെ മമത പണയപ്പെടുത്തി.
ജയ് ശ്രീറാം വിളിക്കുന്നത് പോലും കുറ്റകരമായി കണ്ട മമതയുടെ നിലപാടിന് ജനങ്ങൾ നൽകിയ കനത്ത പ്രഹരമാണിത്. തോൽവി ഉറപ്പായതോടെ ജനാധിപത്യത്തെ തള്ളിപ്പറയുന്ന നിലപാടാണ് മമത ഇപ്പോൾ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വിശ്വസിക്കില്ലെന്നും ഇത് BJP കൃത്രിമം കാണിച്ചതാണെന്നും പറയുന്നതിലൂടെ മമത ജനവിധിയെ അപമാനിക്കുകയാണ്. പരാജയപ്പെട്ടപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുരക്ഷാ സേനയും കുറ്റം പറയുന്ന മമതയുടെ ശൈലി ഏകാധിപതികളുടെ അവസാന അഭയമാണ്. ബംഗാളിലെ ജനങ്ങൾ തങ്ങളെ തിരസ്കരിച്ചു എന്ന് അംഗീകരിക്കുന്നതിനുള്ള മാന്യത പോലും മമതാ ബാനർജി കാണിക്കുന്നില്ല. മമതയുടെ ദുർഭരണത്തിൽ നിന്ന് ബംഗാൾ മോചിതമാവുകയാണ്. ഇനി അക്രമമില്ലാത്ത, അഴിമതിയില്ലാത്ത, പ്രീണനമില്ലാത്ത ഒരു പുതിയ ബംഗാൾ പിറവിയെടുക്കും. ശ്യാമപ്രസാദ് മുഖർജിയുടെ മണ്ണിൽ ദേശീയതയുടെ പതാക ഉയരുകയാണ്. അഴിമതിക്കാർ അഴിക്കുള്ളിലാകുമെന്നും ബംഗാൾ വീണ്ടും വികസനത്തിന്റെ പാതയിലേക്ക് വരുമെന്നും ഈ ജനവിധി ഉറപ്പു നൽകുന്നു. മമതയുടെ കാലം കഴിഞ്ഞു. ഇനി വികസനത്തിന്റെയും സമാധാനത്തിന്റെയും കാലമാണ്. മമതാ ബാനർജി എന്ന ഏകാധിപതിയുടെ രാഷ്ട്രീയ അന്ത്യം കുറിക്കുന്ന ഈ ജനവിധി ഓരോ ജനാധിപത്യ വിശ്വാസിക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. അക്രമം കൊണ്ട് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നവർക്ക് കാലം കരുതി വെച്ച തിരിച്ചടിയാണിത്. ബംഗാൾ വീണ്ടും ഭാരതത്തിന്റെ അഭിമാനമായി മാറും. ബംഗാൾ മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം BJPയിലൂടെ യാഥാർത്ഥ്യമാവുകയാണ്. വിഘടനവാദികൾക്കും അഴിമതിക്കാർക്കും ഇനി ബംഗാളിൽ ഇടമുണ്ടാകില്ല. ബംഗാളിലെയും അസമിലെയും ജനവിധി ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ BJP നടത്തുന്ന അശ്വമേധത്തിന്റെ വിളംബരമാണ്. തോൽവി ഭയന്ന് ജനാധിപത്യത്തെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും തള്ളിപ്പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട് അവരുടെ രാഷ്ട്രീയ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. അഴിമതി കൊണ്ടും ഭീഷണി കൊണ്ടും ജനങ്ങളെ അടിച്ചമർത്താമെന്ന മോഹം ഇനി ബംഗാളിൽ നടപ്പിലാകില്ലെന്ന് ഈ വോട്ട് വിഹിതം തെളിയിക്കുന്നു. അഴിമതിക്കും കുടുംബവാഴ്ചയ്ക്കും അന്ത്യം കുറിച്ച് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രവുമായി മുന്നേറുന്ന BJP സർക്കാർ ഈ സംസ്ഥാനങ്ങളെ വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. ഇത് കേവലം ഒരു വിജയമല്ല, സത്യത്തിന്റെയും ദേശീയതയുടെയും അന്തിമ വിജയമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.